നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവല് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, കാന്താ പോഹ. ഇത് നമ്മളെ അവലുപ്മാവിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ള അവൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള അവലാണ്. ഇങ്ങനത്തെ അവൽ കിട്ടുമെങ്കിൽ ഇത് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നേരത്തെ പേപ്പർ അവൽ എടുക്കാം. ഇതാണ് ഇതിന് കൂടുതൽ യോജിച്ചത്. ഇനി ഒരു ബൗളിന്റെ മേലെ ഒരു അരിപ്പ വെച്ച് എടുത്തു വെച്ച അവല് ഈ അരിപ്പിലേക്കിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി, അധികം കുതിരൊന്നും വേണ്ട. ഇതിന് ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി അടുപ്പത്തൊരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് വറുത്തെടുക്കാം. നിലക്കടല ഇപ്പം വറുത്തിട്ടായിട്ടുണ്ട്. ഇതിന് കോരി മാറ്റാം. ഇനി ഇതേ ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഗ്രൗണ്ട് നട്ട് ഓയിലാണ്, കടലെണ്ണ. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് വലിപ്പം കുറഞ്ഞ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചതുര കഷ്ണങ്ങളായി മുറിച്ച് കഴുകിയെടുത്താണ് ഇതിടാ. ഇതിന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തീ കുറച്ച് അടച്ചു വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഉരുളക്കിഴങ്ങിന്റെ ഉള്ളെല്ലാം വെന്ത് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയമുണ്ടാവും. ഞാനിങ്ങനെ അടച്ച് ഫ്രൈ ആവാൻ വെച്ചിട്ട് ഇടയ്ക്ക് 1-2 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകൂട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളേന്റെ പകുതി എടുത്ത് ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിനെ ഇളക്കി വഴറ്റാം. ഉള്ളി വാടി തുടങ്ങുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു കായപ്പൊടിയും ചേർത്ത് ഇളക്കി വഴറ്റാം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച നിലക്കടലയും ഉരുളക്കിഴങ്ങും ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ വേറെ തന്നെ വേവിച്ചിട്ടും ചേർക്കാം. ഇതാക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച അവല് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് അടച്ച് തീ കുറച്ച് 1 മിനിറ്റ് വെക്കാം. ഇപ്പം അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിന് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റില് കാന്തേ പോഹ റെഡിയാണ്. ഇതിനെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളെ അവലുപ്മാവിന്റെ ഒരു മോഡിഫൈഡ് രൂപം. ഇതിന്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ കുറച്ച് സേവോ അല്ലെങ്കിൽ ആലു ഭുജിയോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തത് ആലു ഭുജിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.